വചനമൊഴി ഫെബ്രുവരി 22. വചനഭാഗം 2 തെസ്സലോനി 2:5-12, മത്തായിയുടെ സുവിശേഷം 11:20-24. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അപ്പോൾ ഈശോ താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കൊറാസീൻ, നിനക്ക് ദുരിതം! ബേത്സയിദ, നിനക്ക് ദുരിതം! നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുതപിക്കുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വിധി ദിവസത്തിൽ ടയറിന്റെയും സീദോന്റെയും അവസ്ഥ നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെടുമെന്നോ? പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ നടന്നിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വിധി ദിനത്തിൽ സോദോം ദേശത്തിന്റെ അവസ്ഥ നിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, സുവിശേഷത്തിലൂടെ ഇന്ന് ഈശോ നമ്മോട് പറയുന്നത്, നാം സ്വീകരിക്കുന്ന ദൈവകൃപയ്ക്കനുസരിച്ച് നമ്മുടെ പ്രവൃത്തികളും ഉണ്ടാകണമെന്നാണ്. കൊറാസീൻ, ബേത്സയിദ, കഫർനാം, ഈ പട്ടണങ്ങളെല്ലാം ഈശോയുടെ പരസ്യജീവിത കാലഘട്ടത്തിൽ ഈശോയെ അറിയുവാനും ഈശോ ധാരാളം അത്ഭുതങ്ങൾ അവിടെ നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അവിടെയുള്ള ജനം ഈശോയുടെ പ്രവൃത്തികൾ കണ്ട് മാനസാന്തരപ്പെട്ട് അവിടുത്തെ വിശ്വസിക്കുന്നില്ല. അവർക്ക് വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് ഈശോ മുൻകൂട്ടി പറയുകയാണ്. കൂടുതൽ സ്വീകരിച്ചവരിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. ഈശോയുടെ അത്ഭുതങ്ങൾ ധാരാളം നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു കഫർനാം. ഈശോയുടെ സ്വന്തം പട്ടണമെന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലം കൂടിയാണ്. അവിടെ ഈശോ ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെങ്കിലും അവിടെയുണ്ടായിരുന്ന ജനം ഈശോയെ സ്വീകരിച്ചില്ല, വിശ്വസിക്കുന്നില്ല. കഫർനാം സ്വർഗത്തോളം ഉയർത്തപ്പെട്ട പട്ടണമെന്ന് കരുതിയിരുന്നു. കാരണം വളരെ പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു. ഹെറോദ് അന്റിപ്പാസിന്റെ, ഹെറോദ് ഫിലിപ്പിന്റെയും രാജ്യത്തിന്റെ അതിർത്തി പട്ടണമായിരുന്നു. 2 സ്ഥലത്തു നിന്നും ചുങ്കം നൽകുന്നതിനു വേണ്ടി ആളുകൾ കഫർനാമിലേക്ക് വന്നിരുന്നു. ധാരാളം ജനവാസം ഉണ്ടായിരുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ ഈശോ വസിച്ചിരുന്ന സ്ഥലം എന്ന തലത്തിൽ, ഈശോ ധാരാളം അത്ഭുതങ്ങൾ ചെയ്തിരുന്ന സ്ഥലം എന്ന നിലയിൽ അത് വളരെ പ്രശസ്തമായിരുന്നു. നാം ഇന്ന് കഫർനാമിന്റെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 1200 വർഷക്കാലഘട്ടം മണ്ണിനടിയിൽ കിടന്ന ഒരു കഫർനാമിനെ ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഭൂമി കുലുക്കത്തിൽ പൂർണ്ണമായും തകർക്കപ്പെടുകയും മണ്ണിനടിയിൽ ആക്കപ്പെടുകയും ചെയ്തു എന്നതും ഒരു ചരിത്ര യാഥാർത്ഥ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ദൈവവചനങ്ങൾ ശ്രവിക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികൾ അനുഭവിക്കുകയും ചെയ്തവർ അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ഈശോയുടെ വഴിയിൽ നടക്കണം എന്നുള്ള സന്ദേശമാണ് ഇന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവത്തിന്റെ വചനത്തിന് ചെവി കൊടുത്ത് വചനാത്മകമായ ജീവിതത്തിലൂടെ മാനസാന്തരത്തിന്റെ ഫലം നൽകുവാൻ നമുക്കും കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.